വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വൈകുന്നേരമാണ്. ഞാൻ നല്ലൊരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. അപ്പം അതിൻ്റേതായ ഒരു കിളിപോക്കൊക്കെ എനിക്കുണ്ട്. പക്ഷെ നമുക്കിന്നിപ്പം പുറത്തേക്ക് പോവാം. ഹായ് അർജു. ഞാൻ കാറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി സാധനങ്ങൾ എടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം അതൊക്കെ എടുത്തതാണ്. നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. അവരുടെ അടുത്ത് കുറച്ച് പേപ്പേഴ്സ് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പം അതിന് പോവാണ്. എനിക്കിന്ന് തന്നെ നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. മേ ബി ലൈറ്റിൻ്റെ ആയിരിക്കാം, മേ ബി ലിപ്സ്റ്റിക്കിൻ്റെ ആയിരിക്കാം. എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത് മേബിലിൻ്റെ ഒരു പുതിയതൊന്നുമില്ല, ഞാൻ പുതിയതായിട്ട് ട്രൈ ആക്കുന്നതാണ്. അപ്പം അതിൽ 2 ഷെയ്ഡ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നൊരു പിങ്ക് കളറുള്ളത്, ഒന്നൊരു ബേൺഡ് ഓറഞ്ച് അങ്ങനത്തെ ഒരു കളറുള്ളത്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഒരു ക്രീമി ടെക്സ്ചറാണ്. ഒരു ട്യൂബ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വരുന്നതാണ്, അല്ലാണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും അല്ലാത്ത ലിപ്സ്റ്റിക്കില്ല. ഹായ്, എന്ത് രസമാണ് സൂര്യനെ കാണാനായിട്ട് ഗൈസ്. എനിക്ക് സമയം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം നല്ലോണം പറവകളൊക്കെ ഉണ്ട് ഗൈസ്, കണ്ടോ? കുറേ ഉണ്ട് ഇവിടെ. ക്ലൈമറ്റ് ഇപ്പം നന്നായിട്ട് വരികയാണ്. ചൂടൊക്കെ കുറഞ്ഞ് തണുപ്പിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് ഇവിടെ നല്ലോണം പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. വൈകുന്നേരം അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. നാഷണൽ ഡേ വരികയാണല്ലോ, അതുകൊണ്ട് തന്നെ റോഡ്സിലൊക്കെയും ബിൽഡിങ്സിലൊക്കെയും ഇങ്ങനെ നമ്മളെ ഫ്ലാഗൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അടുത്ത മാസം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിൻ്റെ മാസമാണ്. എല്ലാം ക്രിസ്മസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ന്യൂ ഇയർ, എത്ര പെട്ടെന്നല്ല ഒരു കൊല്ലം അങ്ങ് പോകുന്നത്. നമുക്കിന്ന് മെയിനായിട്ടൊരു പരിപാടി ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്യാൻ പോയതായിരുന്നു. അതിപ്പം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കഫറ്റീരിയയിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് നല്ല ചായ കുടിക്കാനായിട്ട് കടിയോ എന്താന്ന് നോക്കണം. നാട്ടിലെ കല്ലുമ്മക്കായി മിസ് ചെയ്യുന്നവർ ഇവിടുത്തെ കല്ലുമ്മക്കായി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. സാജൻ അതിൻ്റെ ഒരു കട്ട ഫാനാണ്. എനിക്കിവിടുത്തെ ബീഫ് പത്തിരി കോംബോ ഭയങ്കര ഇഷ്ടം. ഞാൻ ഫുൾ പച്ചപ്പിലിരിക്കുകയാണ്. നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഭയ്യ വൈറ്റ് വാല ചായയെ. അപ്പം നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സ് വേണമായിരുന്നു. അപ്പം മണി പ്ലാന്റാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് ചെയ്യിപ്പിക്കുകയാണ്. അർജയിലുള്ളവർക്ക് പ്ലാന്റ്സ് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇതാ ഈ ഒരു ഗാർഡൻ സെന്ററിൽ വന്നാൽ മതി. ഇത് ലൊക്കേഷൻ വരുന്നത് മീന റോഡില്ലേ, മീന റോഡ് ഇവിടെയാണ് റാക്ക് ടാങ്ക് അവിടെയാണ് റാക്ക് ടാങ്ക് വരുന്നത്. അപ്പോൾ ഷോപ്പ് ഇവിടെയാണ് വരുന്നത്. സോ ഞാൻ ക്യുക്കായിട്ട് ഇവിടെയുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ ലോകത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഒരു 1 മന്ത് മുന്നേ ഞാനിതാ ഈ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിലും എവിടെ നോക്കിയാലും ഈ ഒരു ചെടിയായിരുന്നു എനിക്ക് കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ ഞാനിതങ്ങ് വാങ്ങി. അല്ലാതെയും കുറേ പ്ലാന്റ്സ് ഉണ്ട്, നല്ല നല്ല നല്ല. നമ്മളിപ്പം ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെങ്കിലോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണെങ്കിലോ മോൾസിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും നല്ല റേറ്റ് കുറവിൽ ഇവിടെ കിട്ടും കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? ഞാൻ നോക്കുന്നത് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ നോക്കുന്നത്. അത്രയല്ല ഈ ഒരു ഏരിയയിലും ഇത് എനിക്ക് തോന്നുന്നു ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. അതല്ലാതെയും ഇവിടെയൊക്കെ ഉണ്ട്. അവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് തരും കേട്ടോ. തുളസിയൊന്നും ഉണ്ടാകില്ല, വെറുതെ അതിന് നമ്മള് കരിവേപ്പിലല്ലേ ഉണ്ട്, നമുക്ക് പിന്നെ വാങ്ങിക്കാം. അപ്പം ഇവിടുന്ന് തന്നെ അവർ ഫുള്ളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. സോ നമ്മൾ പ്ലാന്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഇങ്ങനെ ഹാങ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ.
നമ്മൾ പ്ലാൻസ് ഒക്കെ വാങ്ങിച്ച് ഇനി തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ കാർ എസെൻഷ്യൽസും കൂടെ കാണിച്ചു തരാം. വെറ്റ് ടിഷ്യൂസ് ആണ് ഇത്. ഞാനൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നവർ അവിടെ നിന്ന് അടിച്ചു മാറ്റിയെടുക്കുന്നതാണ്. പിന്നെ സാനിറ്റൈസർ, സൺസ്ക്രീൻ. ഇതെനിക്ക് വേറെ സൺസ്ക്രീനും കൂടെ എടുത്ത് വെക്കണം. ഞാനിപ്പം ഒരു കോമ്പാക്ട് സൺസ്ക്രീൻ എടുത്തത്. ഇപ്പം എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ ഞാൻ ഓടിപ്പിടിച്ചിറങ്ങും. അപ്പം ഞാൻ ഒന്നും ചെയ്യൂല മേക്കപ്പ് കാര്യങ്ങളൊന്നും. അപ്പോൾ ലിപ്സ്റ്റിക്, പിന്നെ ലിപ് ഗ്ലോസ്, പിന്നെ ഒരു ഐലൈനർ കൂടെ. എനിക്ക് പൊട്ടായിട്ടും കണ്ണ് എഴുതാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. പിന്നെ ഒരു ക്ലിപ്പും കൂടെ ഉണ്ട് ഹെയർക്ക് ഒന്ന് കെട്ടി വെക്കാനായിട്ട്. ഗൈസ്, ഞങ്ങൾ ഇതാ തിരിച്ചെത്തി. എങ്ങനെയുണ്ട്? അയ്യോ, എൻ്റെ ഇത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ്. സാഹചര്യം ഓപ്പൺ ആക്കാതെ എനിക്ക് ഓപ്പൺ ആക്കണം. അൺബോക്സ് ഗൈസ്. അതിനു മുന്നേ ഞാൻ ചെറുതായിട്ടൊരു കാര്യം പറയാം. പിന്നെ ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഞാൻ വെള്ളം കുടിക്കുന്നത് നല്ല കുറവാണ്. എനിക്ക് വെള്ളം നല്ലോണം ഞാൻ കുടിക്കുക എന്ന് വെച്ചാൽ ഇപ്പം ക്യൂട്ടായിട്ടുള്ള ടംപ്ലേഴ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനത്തെ മിനി സോല് അങ്ങനത്തെ സ്ഥലത്തെല്ലാം കാണാനില്ല, നല്ല രസമുള്ള നല്ല അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് കിട്ടുന്നവരെ എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഞാനിപ്പം കുറേ കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബൊക്കെ തുറന്നാൽ കാണുന്നൊരു സാധനമാണ് ഈ ഒരു സ്റ്റാൻലിൻ്റെ സംഭവം. അപ്പം കുറേ വിചാരിക്കുന്നു, വെരി എക്സൈറ്റഡ്. എന്ത് വലുതാല്ലേ! നമ്മള് മോളിൽ കണ്ടതിനെക്കാട്ടും വലുതാണോ? അല്ലല്ല അല്ലേ, മോളിൽ കണ്ടതിലും സെയിം തന്നെ അല്ലേ? 1.5 ലിറ്റർ 1.5 ലിറ്റർ അല്ലേ? 1.18. ഇനി ഇതിനൊരു ഇതുണ്ട്, സ്ട്രോ ഉണ്ട്. ഇതിനെ സ്ട്രോ ഇതിലേക്ക് ഉണ്ട്. ഇനി ഞാൻ വെള്ളം കുടിച്ച് മരിക്കും. ദിവസവും ഇതിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും റീഫിൽ ചെയ്തിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നതായിരിക്കും. നല്ല സംഭവം കേട്ടോ. ഇതെന്താ, ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ 2 ദിവസത്തോളം ഐസ് ഇതിൽ നിൽക്കുമല്ലേ, ഐസായിട്ട് ഐസ് ഇട്ടാല്. പിന്നെ 7 അവേഴ്സ് ചൂടോടെ നിൽക്കും ഇതിൽ. അപ്പൊ ഇപ്പം തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും സെയിം ആയിട്ട് 11 അവേഴ്സ് കോൾഡ്. തണുപ്പുള്ള സാധനം 11 അവേഴ്സോളം, ഐസ് ആണെങ്കിൽ 2 ദിവസം. ഐസ് ക്യൂബ് ആയിട്ട് ആണെങ്കിൽ 2 ദിവസം നിൽക്കും. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പിങ്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് എടുത്തത്, പിങ്ക് കളറിൽ. വേറെ കുറേ ഷെയ്ഡ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇഷ്ടമായി. ഇത് വാഷ് ചെയ്തിട്ട് വെള്ളം ഫിൽ ചെയ്യട്ടെ. പ്ലാന്റ് ഇവിടെ ഫിക്സ് ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായിപ്പോയി? കുഴപ്പമൊന്നുമില്ലല്ലോ. അയിമേൽ ഇതാക്കണ്ട, വല്ലാണ്ട് തന്നെ ആക്കാനാകല്ലോ. അതെ, അയിമേൽ തന്നെ വെച്ചോ. എവിടുന്ന് ഒരു വെള്ളം തിളക്കുന്ന ഒരു സൗണ്ട് പുറത്ത് നടന്ന്? ഫ്രിഡ്ജ് എന്നാന്ന് തോന്നുന്നു. എല്ലാവരും ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞല്ലോ, ഇവിടുന്ന് നോക്കുന്നേരാ അടിയില് മണ്ണ് കാണുന്നുണ്ടോ? അത് കുറച്ച് വൃത്തികേടായിട്ടുണ്ട് അല്ലേ? വാട്ട് എ വണ്ടർഫുൾ ഐഡിയ. ഇത് നനയ്ക്കാനാകില്ല, താഴെ എടുത്ത് വെച്ച് നനയ്ക്കേണ്ടി വരും അല്ലേ? 3 വേറെ വേറെ ഹൈറ്റാ. അതിനാ ഹൈറ്റ് ഭയങ്കര കുറവ്. അത് നീ വേറൊരു ഇതില് ഹാങ് ചെയ്ത് നോക്ക്. അത് വേറെ സാധനം അല്ലേ? ഡിഫറെന്റാ. അപ്പൊ ഇത് മിഡില് വെച്ചോ.
അപ്പം നമ്മളിങ്ങനെയാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ താഴെ വെള്ളം ഒഴിക്കുന്നേരം അതിന് താഴേക്ക് വരും. അതിന് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് കൂടെ വരും താഴെ, അതിതിനില്ല. പക്ഷെ കുഴപ്പമില്ല അല്ലേ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടുന്ന് വേറൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കണ്ടോ, ഇവിടെ നമ്മൾ വെള്ളം ഇത് താഴെ ആവില്ല. അർജു അവിടുന്ന് എൻ്റെ ടെംപ്ലർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് നമുക്ക്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെയ്ബിലിൻ്റെ ലിപ്സ്റ്റിക്സ്, ഈ ലിപ്സ്റ്റിക് എനിക്ക് മുന്നേ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. അപ്പം ഇത് രണ്ടുമാണ് ആ ലിപ്സ്റ്റിക്സ്. നേരത്തെ പറഞ്ഞില്ലേ നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ. ഇതിൻ്റെ പാക്കിംഗ് അല്ല, ഇതിൻ്റെ ഒരു അപ്ലിക്കേറ്റർ, ഈ സംഭവം ഇല്ലേ, അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അത് പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ. ഇത് രണ്ടുമാണ് ഷെയ്ഡ് വരുന്നത്. ഇതാണ് ഞാനിപ്പം ഇട്ടിരിക്കുന്നത്. ഇതല്ല, ഈ പിങ്കാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓറഞ്ച് ഷെയ്ഡ് എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ലിപ്സ്റ്റിക് കൂടെ കാണിച്ചു തരാം. ലോറിയൽ പാരീസിൻ്റെ ആണ്. എനിക്ക് നല്ലോണം ഇഷ്ടം. ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഐ മീൻ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ. ഷെയ്ഡ് കാണിച്ചത് ഇതൊരു പക്ക പിങ്ക് അല്ല, കണ്ട, ഇത് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഒരു പിങ്കാണ്. ഇതാണ് ഇപ്പം ഞാൻ ലോറിയലിൻ്റെ കാണിച്ചത്. ഭയങ്കര എനിക്ക് തോന്നുന്നത് ലോറിയലിൻ്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല. എന്തായാലും ഈ ഒരു 5 ഇയേഴ്സിൽ ഞാൻ ലോറിയലിൻ്റെ വേറെ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇത്രയും ഇഷ്ടമായ ലിപ്സ്റ്റിക് വേറെ ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാനൊരാളെ വീഡിയോ കണ്ടിട്ടായിരുന്നു ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയ്ഡ് വരുന്നത് ഷോപ്പിംഗ് സ്പ്രീ എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഡ് വരുന്നത്. മറ്റേ മേബിലിൻ്റെതും ഷെയ്ഡ് മോർ റസ്റ്റും, പിങ്ക് ഷെയ്ഡ് വരുന്നത് മോർ ബ്ലഷും ആണ്. അപ്പോൾ ലിങ്ക്സൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് നല്ലോണം ഇഷ്ടം. ഇതാണ് ലോറിയൽ, മേബിലിനാണ് ഇത് രണ്ടും. ലോറിയൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആണിത്. ഞാനൊരു ദിവസം ഫസ്റ്റായിട്ട് യൂസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണത്. അപ്പോൾ അതാണ്. ഇനി നമുക്ക് പോയിട്ട് വെള്ളം ഫില്ല് ചെയ്തിട്ട് കുടിക്കാം. ഈ വെള്ളം കുടിക്കുന്നതിനുള്ള ഇത്ര എക്സൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ അത് പെട്ടെന്ന് കിട്ടിയപ്പം ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, വെള്ളം കുടിക്കാൻ വരെ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി എന്നെ സന്തോഷിപ്പിക്കാനായിട്ട്. ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ദിവസം തന്നെയാണ് മെസ്സി ഇന്ന് ഇതിൻ്റെ സ്റ്റോറി ഇട്ടത് അല്ലേ. എൻ്റെ കളി കണ്ടിട്ട് എനിക്ക് തന്നെ ഓവറായിട്ട് തോന്നുന്നുണ്ട്. എനിക്കും ടേസ്റ്റ് ഉണ്ടോ വെള്ളത്തിന്? ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അല്ല, അതിൽ കുടിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെയാണ്. വെള്ളത്തിന് പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. അപ്പം എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.